ഇറ്റ്സ് മീ ഡിക്രൂസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ്. അതായത് മിഡിൽ ക്ലാസ് മാൻ ആയിക്കഴിഞ്ഞാൽ അവരെന്തൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ചർച്ച ഞങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കാണണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോ ഈ ഒരു വീഡിയോ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടു പോകരുത്. സോ അപ്പൊ നമുക്ക് വീഡിയോട്ട് പോകാം. അതായത് നമുക്ക് ദിനദരിച്ച് അതായത് ഇപ്പോ എല്ലാ കാര്യവും അത് പാലിനാണല്ലോ ശരി, പെട്രോളിനാണല്ലോ ശരി, ഗ്യാസിനാണല്ലോ ശരി, എല്ലാത്തിനും റേറ്റ് കൂടിക്കൊണ്ടേ ഇരിക്കുക. റോക്കറ്റ് പോകുന്നവരെ കൂടിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇതാരും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല, ഇതിനെപ്പറ്റി ആരും നമ്മൾ ചിന്തിക്കുന്നു വരുന്നില്ല. എന്നാൽ തന്നെയും പക്ഷെ നമുക്ക് മാസം നമുക്കൊരു സാലറി വരുന്നുണ്ട്. അതായത് ഏതൊരു തൊഴിൽ മേഖലയിലും അവൻ അതിന്റെ സാലറി ഉണ്ട്. പക്ഷെ ആ സാലറി വളരെ തുച്ഛമാണ്. അതായത് പണ്ടത്തെ സാലറി എത്ര ആണോ ആ സാലറി ആ വേതനത്തിൽ നിന്ന് യാതൊരു രീതിയിലുള്ള ഒരു ഇൻക്രീസും ഇതിനായിട്ട് ഉണ്ടായിട്ടില്ല. അതിന് ഒരു മാറ്റം വരണ്ടേ? നിങ്ങൾ എന്താ പറയുന്നത്? മാറ്റം വേണമെന്നല്ല നിങ്ങൾ പറയുന്നത്. പക്ഷെ അത് എന്തുകൊണ്ട് അത് ആര് മാറ്റം കൊണ്ടുവരും എന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷെ അത് കൊണ്ടുവരേണ്ടത് നമ്മുടെ എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ UDF സർക്കാർ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ സർക്കാർ തന്നെ ഇത് കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് പലതരത്തിലുള്ള തൊഴിലവസരങ്ങളുണ്ട്. ആ തൊഴിലവസരങ്ങളിൽ സാലറി അതായത് വേതനം, തൊഴിൽ വേതനം കൂട്ടിക്കൊണ്ടുവരണം അതിനകത്തത്. അതല്ലാതെ നമ്മളിപ്പോ കുറെ പേര് പഠിച്ചിറക്കുന്നുണ്ട്. പക്ഷെ പഠിച്ചിറക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കുള്ള ജോലി സാധ്യത കൊടുക്കണം. ആ ജോലി സാധ്യതയിൽ സാലറിയാണ് മെയിൻ. അതായത് അവർക്ക് സാലറി മന്ത്ലി നല്ലൊരു സാലറി കിട്ടുന്ന രീതി നമുക്ക് എങ്ങനെ ചെയ്യാനും പറ്റുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഡെയിലി ഉള്ള ചെലവുകൾക്കുള്ള അതായത് ഇപ്പൊ എക്സാമ്പിൾ പെട്രോള്, ഗ്യാസ്, അങ്ങനെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഭക്ഷ്യ സാധനങ്ങളുണ്ട്. ഇതിനെല്ലാത്തിനും റേറ്റ് കുറച്ചാണ് നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ ഇന്ന് എടുക്കുന്നതെങ്കിൽ ഓക്കെ, നമുക്കൊരു ഇഷ്യൂസ് ഇല്ല അതിനകത്ത്. പക്ഷെ അതല്ല, ഗവൺമെന്റ് ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിനെതിരെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാലറിയിലുള്ള ഇൻക്രിമെന്റ് അത് നമ്മുടെ തൊഴിൽ മേഖലകളിൽ ഉറപ്പായിട്ടും ചെയ്യേണ്ടതാണ്. ഈ എന്റെ വീഡിയോ ഇതിപ്പോ ഒരു പാർട്ടി മുഖേന ആരെങ്കിലും രീതിയിൽ ഇപ്പൊ നമുക്കിപ്പോ ഈ ഒരു വീഡിയോ ഇപ്പൊ ഒരു വീഡിയോ സാറിന്റെ എത്തുവാണെങ്കിൽ തന്നെയും സാർ ചിന്തിക്കണം അതിനകത്തത്. പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഉറപ്പായിട്ടും ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന ഏതെങ്കിലും വല്ല ഇതിപ്പോ ഓരോ സ്ഥാപനം നടത്തുന്ന മുതലാളിമാരുണ്ടെങ്കിൽ അതിലിപ്പോ ഓണേഴ്സ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾ ചിന്തിക്കുന്നതിനകത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും വില കൂടുക. അതായത് ഇപ്പോ ഭൂരിഭാഗം നമ്മുടെ ജനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ഓൾമോസ്റ്റ് ഒരു ചിലപ്പോൾ ഒരു 60% ആൾക്കാർ റെന്റിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് വാടക താമസിക്കുന്ന ആൾക്കാരുണ്ട്. ആ വാടക താമസിക്കുന്ന ആൾക്കാർ ചിന്തിച്ചു ചോദിക്കുക. അപ്പോൾ അവർക്ക് വാടക വേണം. പിന്നെ അതുപോലെ തന്നെ അവരുടെ വീട്ടിലെ മക്കളെ പഠിപ്പിക്കാണ്ട് പൈസ കൊടുക്കണം. അതുപോലെ തന്നെ ദിവസവും താമസിക്കുക, അത് ദിവസവും നമ്മുടെ ഫുഡ് അലവൻസ്, അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും മെഡിക്കൽ എക്സ്പെൻസ് വന്നാൽ അതിന് പൈസ മുടക്കണം. ഇതിനെല്ലാത്തിനും നമുക്ക് പൈസ ഉണ്ടാകാത്തത്. ഇതിനെല്ലാത്തിനും പൈസ കഴിഞ്ഞ് ബാക്കി അവരെന്തെങ്കിലും സേവിങ്സ് ഉണ്ടാവോ? അതും ഉണ്ടാകത്തില്ല. സോ അതിലൊരു മാറ്റം വന്നേ പറ്റുള്ളൂ നമ്മുടെ കേരളത്തിന്. അങ്ങനെ കേരളത്തിന് മാറ്റം വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെ പോലെ ആൾക്കാർ തന്നെ വേണം. അതുപോലെ ഇതുപോലെ വീഡിയോസും കാര്യങ്ങളും ഒന്നിനും ഇടുക. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മുടെ കേരള കോൺഗ്രസിനാണ് ഇപ്പോൾ UDF ആണ് ഇപ്പോൾ നമുക്കുള്ളത്. സോ UDFന്റെ എടുത്തോട്ട് അതായത് നമ്മുടെ VD6 നമ്മുടെ അടുത്തോട്ട് എത്തിക്കുന്ന രീതിയിലുള്ള വേതനം കാര്യങ്ങളും ചെയ്യേണ്ടത് തന്നെയാണ്. അതെനിക്ക് എങ്ങനെ ചെയ്യണമെന്ന് കേട്ടതൊന്നുമില്ല. പക്ഷെ എനിക്കിത് ചെയ്യാൻ തോന്നി. ബിക്കോസ് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ സൈനിങ് ഓഫ് ഡിക്രൂസ്.